ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ഈ വരുന്ന തെരഞ്ഞെടുപ്പില് കേരളത്തിലെ 14 ജില്ലകളിലും സ്ഥാനാർത്ഥി നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 68 സ്ഥലത്ത് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു. ചില സ്ഥലത്തൊക്കെ വെറും 3-4 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവർ പരാജയപ്പെട്ടത്. ഒരു പുതിയ ജനകീയ ശക്തിയായി ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഒരു വലിയ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഉണ്ട് സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി കേരളത്തിലെ ഒരു മുന്നണിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ. പല മുന്നണികളും പല വാഗ്ദാനങ്ങളുമായി ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും പ്രവർത്തിക്കുന്ന പല ആളുകളും, നൂറുകണക്കിന് ആളുകൾ ഈ സംഘടനയിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും സ്ഥാനാർത്ഥികളെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ നിർത്തും. കേരളത്തിലെ ഒരു പുതിയ മാറ്റം, രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു അധമ്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊടുത്തത്. 2023 ജനുവരി മാസം 18-ാം തീയതിയാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും അംഗീകാരം കിട്ടുന്ന പാർട്ടി പ്രസ്ഥാനമായി മാറിയത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചിഹ്നം ചെയറായിരുന്നു. ഇപ്രാവശ്യവും ഞങ്ങൾ ആ ചിഹ്നമായിരിക്കും, ചെയർ ചിഹ്നത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കാരണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഈ നിയമസഭയിൽ ചിഹ്നം തീരുമാനിക്കേണ്ടത്. അതിന്റെ ബാക്കിയുള്ള പ്രോസസ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലൊരു സമഗ്രമായ മാറ്റം, അതാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.